കിറ്റ് വിതരണം ആരോപിച്ച് തൃശൂരിൽ ചലച്ചിത്ര താരം ദേവനെയടക്കം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഗൃഹ സന്ദർശനത്തിനും പ്രചാരണത്തിനും അനുവദിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. ടി എൻ പ്രതാപന്റെ പരാജയഭീതി മൂലമാണ് വ്യാജ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നും BJP വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, എന്താണ് നിലവിലത്തെ സാഹചര്യം? കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ തൃശ്ശൂരിൽ ഇങ്ങനെ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് കിറ്റ് വിതരണം എന്ന് പറഞ്ഞ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണം പുറത്തു വന്നപ്പോൾ തന്നെ അതിന്റെ വിരൽ മുടിച്ച് അല്ലെങ്കിൽ അതിന്റെ പല്ലും നഖവും ഉപയോഗിച്ച് BJP എതിർത്തിരുന്നു. അത്തരം സംഭവങ്ങളൊന്നും നടക്കുന്നില്ല, യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ സഹിതം BJP നിരത്തിയതാണ്. എന്തായാലും മണലൂരിലും അത്തരം സംഭവം ഉണ്ടായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TN പ്രതാപന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ BJP-യുടെ നേതാവായിട്ടുള്ള ദേവനെ അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ BJP പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം വരെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും മണലൂരിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ BJP-യുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം സ്ഥലത്തെത്തി വലിയ പ്രചാരണം നടത്തിയിരുന്നു. വനിതകളുടെ അടക്കം വലിയൊരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സാന്നിധ്യമൊക്കെ കണ്ട് വിരളി പൂണ്ടവരാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതാണ് BJP പറയുന്നത്. BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുജയ് സേനൻ തന്നെ ചേരുകയാണ്. ചേട്ടാ, എന്താണ് ഈ സംഭവം? ഇവിടെ ഞാൻ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെയാണ് ഇൻചാർജാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ സിനിമാ നടൻ ദേവനെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ സിനിമാ നടൻ ദേവൻ കഴിഞ്ഞ 2 ദിവസമായി ഈ നിയോജകമണ്ഡലത്തിൽ പ്രധാന വ്യക്തികളെ കാണുകയും റോഡ് ഷോയിൽ പങ്കെടുക്കുകയും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയുമായിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഈ നിയോജകമണ്ഡലങ്ങളിൽ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് കാഞ്ഞാണിയിൽ കുടുംബയോഗം കഴിഞ്ഞതിന് ശേഷം നടുവിൽക്കരയിലാണ് അടുത്ത കുടുംബയോഗം. അതിൻ്റെ ഇടയിൽ ഉള്ള സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള വ്യക്തികളെ സമ്പർക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഇവിടെ അദ്ദേഹം സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം UDF-ൻ്റെയും അതുപോലെ TN പ്രതാപൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആളുകൾ വരികയും ഇവിടെ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് കേട്ടറിഞ്ഞ് ഇവിടെ ജനസമ്പർക്കത്തിലായിരുന്ന BJP പ്രവർത്തകർ അത് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം. TN പ്രതാപൻ ബോധപൂർവമായിട്ടുള്ള ഒരു അക്രമം അഴിച്ചുവിടുവാനും അതുപോലെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനുള്ള വലിയ പരിശ്രമം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ TN പ്രതാപൻ അയാൾ വന്ന സമയത്ത് അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് 2 കൊലക്കേസ് പ്രതികളാണ്. കൊലക്കേസ് പ്രതികൾ മാത്രമല്ല, ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് കോടതിയിൽ നിന്നും അതിൽ നിന്നും ഒരു ഇളവ് ലഭിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരായിട്ടുള്ള ഷാജഹാനും സഗീറും അടങ്ങുന്ന ആളുകൾ ക്രിമിനൽ സംഘവുമായിട്ടാണ് TN പ്രതാപൻ ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇവിടെ ഒരു മുസ്ലിം ഹിന്ദു വർഗീയത ഉണ്ടാക്കുന്നതിനും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനും അതുവഴി മുസ്ലിം വോട്ടുകൾ നേടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇല്ലാത്തൊരു ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടി സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, ആ സംഘർഷത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആളുകളും അതുപോലെ BJP പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് വഴിതെളിക്കുക, അതുവഴി ഒരു മുസ്ലിം ഹിന്ദു വേർതിരിവുണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്നും മുസ്ലിം വോട്ടുകൾ നേടുക എന്നുള്ള മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും വലിയൊരു ഹിഡൻ അജണ്ടയുമായി TN പ്രതാപൻ ഇവിടെ ചേർന്നിരിക്കുകയാണ്. ഇവിടെ വലിയ സംഘർഷാന്തരീക്ഷമാണ് TN പ്രതാപൻ ഉണ്ടാക്കിയത്. ഇവിടെ BJP പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഞാൻ വരുന്നതിന് മുൻപായിട്ടുണ്ടായി. അത് ഇവിടെ പോലീസ് വരെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ആ സമയത്തുണ്ടായിരുന്നത്. TN പ്രതാപൻ വാസ്തവത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 3ാം സ്ഥാനത്താണ് TN പ്രതാപൻ. ആ വേവലാതിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്രൂരമായ മനസ്സിൽ നിന്നും ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു ആരോപണവും തെറ്റായിട്ടുള്ള നിലപാടും ഈ സമൂഹത്തിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വലിയ രീതിയിലുള്ള BJP പ്രവർത്തകരടക്കം തമ്പടിച്ചിട്ടുണ്ട്. കാരണം സുജയ് സേന വ്യക്തമാക്കിയതുപോലെ തന്നെ ചേരിതിരിവുണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കമുള്ള കാര്യങ്ങളാണ് BJP പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലെ അധികൃതരെ അടക്കം ഈ സംഭവം അറിയിച്ചിട്ടുണ്ട്. ദേവനെ അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്നത് അവരെ പിരിച്ചുവിടണം, പുറത്തേക്ക് വിടണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് BJP വ്യക്തമാക്കുന്നത്. എന്തായാലും സംഘർഷാവസ്ഥയാണുള്ളത്. ഉന്നത പോലീസ് അധികൃതരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിവിടെ ക്യാമ്പ് ചെയ്യാണ്. DYSP അടക്കമുള്ളവർ നിലവിൽ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു.